ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണത്. ഞാൻ പോയി വന്ന് കണ്ടാ മതി. ഇനി ഒരു സ്കാനിങ് ഉണ്ടാവൂല, ഇനി ഡെലിവറി ഉണ്ടാവുള്ളൂ. ഗർഭകാലയളവ് പെട്ടെന്ന് പോയല്ലേ. കണ്ണടച്ച് തുറക്കുമ്പോ നീയല്ലേ പറഞ്ഞ അത് 2 ആഴ്ചക്കകത്ത് പ്രസവിക്കുമെന്നൊക്കെ. അതെ, പക്ഷെ എന്റെ പ്രഡിക്ഷൻ തെറ്റി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് മേഘയുടെ ലാസ്റ്റ് സ്കാനിങ് ആണ്, 9th month സ്കാനിങ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ നമ്മുടെ ലക്കി ചാം വരാനായിട്ട്. അപ്പൊ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. കാരണം ഇപ്പൊ ലൈഫിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും എനിക്കൊരു പുതുമയുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഇതുവരെ അങ്ങനെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് എന്റെ ലൈഫിൽ വന്നിട്ടില്ല. ചെറിയ ഭയങ്കര അല്ല, പക്ഷേ ഇനിയിപ്പോ മേഘ പ്രഗ്നൻസി ടൈം ആകുമ്പോഴത്തേക്ക് ലേബർ റൂമിലൊക്കെ പോയിട്ട് ലേബർ റൂമിൽ കയറി നേഴ്സിന്റെ കയ്യിൽ എനിക്കായിട്ടുള്ള ഗിഫ്റ്റിനെ കൊണ്ട് പുറത്തോട്ട് വരുന്ന ആ ഒരു മൊമെന്റ് ഇല്ലേ, നമുക്ക് ഒന്നും അറിഞ്ഞൂടല്ല ആ കൊച്ചെങ്ങനെ ഇരിക്കും, ആരെപ്പോലെ ഇരിക്കും, കണ്ണെങ്ങനെ ഇരിക്കും, മൂക്ക് എങ്ങനെ ഇരിക്കും, ആ ഒരു ഭയങ്കര ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്ക് ഈ കൊച്ചിനെ ഇങ്ങനെ കൊണ്ടുതരുമ്പോ അത് ഭയങ്കര വലിയ ഫീലിംഗ് ആണെന്ന് അനുഭവിച്ച ആൾക്കാർ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അത് ശരിയായിരിക്കും. അപ്പം ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആണ് നമ്മളെ കൊച്ചിനെ കാണാനായിട്ട്. അതിലാണ് എക്സൈറ്റ്മെന്റ്. ആ ഒരു മൊമെന്റ് എങ്ങനെയായിരിക്കും. അതെ, കൊച്ചിനെ ഇങ്ങനെ മേടിക്കുമ്പോ അങ്ങനെയൊക്കെ. കൊച്ചിനെ എടുക്കറിയാമോ? കൊച്ചിനെ ഇങ്ങനെ മേടിക്കും. മേഘ എനിക്ക് ലൈഫിൽ തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് അത്. എനിക്ക് ലൈഫിൽ ഇനി മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആയിരിക്കും ആ ടൈം കൊച്ചിനെ കയ്യിൽ മേടിക്കുമ്പോ. സോ ഐ ആം വെയിറ്റിംഗ്. കണ്ടാ മതി. ഇനി ഒരു സ്കാനിങ് ഉണ്ടാവൂല, ഇനി ഡെലിവറി ഉണ്ടാവുള്ളൂ. ഗർഭകാലയളവ് പെട്ടെന്ന് പോയല്ലേ. കണ്ണടച്ച് തുറക്കുമ്പോ ഗൈസ് സത്യം. പണ്ട് അമ്മ പറയുമായിരുന്നു സഞ്ജു +2 ഇവന്റെ കല്യാണം ആയിരിക്കും. അത് അല്ല +2 10 എന്റെ കല്യാണം ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ നടന്ന് ഇപ്പൊ കണ്ണടച്ച് തുറന്ന അച്ഛൻ പെൻഷനായി ഇങ്ങനെ പെൻഷൻ ആവുമ്പോഴത്തേക്കും സച്ചുവിന്റെ കൊച്ചിനെയും കളിപ്പിച്ചിരിക്കാന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു. പറഞ്ഞ കണക്കിന് ടപ്പേന്ന് കരഞ്ഞ കാര്യങ്ങൾ അന്ന് ഗർഭിണി ആയത് മാത്രം ഓർമ്മയുണ്ടതാ. ഇപ്പം അതാ പ്രസവിക്കണ സമയമായി. ഇനിയിപ്പം 2-3 ദിവസം കൂടി കഴിയുമ്പോ പ്രസവിക്കും. പിന്നെ കൊച്ചു വളരും, കല്യാണമാവും, ഇതൊക്കെ ഇനി. ഇന്ന് പുതിയ അവിടെയാണല്ലേ സ്കാനിങ്? ഇന്ന് വേറൊരിടത്താണ് സ്കാനിങ്. സത്യത്തിൽ എന്തൊക്കെയുള്ള എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കും കറക്റ്റ് ആയിട്ട് അറിഞ്ഞൂടാ. അപ്പൊ ചോദിച്ചു മനസ്സിലാക്കിട്ട് പറഞ്ഞു തന്നെ പോയിട്ട് പറയാം. ഇനി ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കണേ പറഞ്ഞു കൊടുക്കാമല്ലോ. ഇത് വേറൊരു ഡോക്ടറാണ് സ്കാനിങ്. ഇന്ന് ലാസ്റ്റ് മന്ത് സ്കാനിങ് അല്ലേ, അപ്പൊ അതിന് അറിയാൻ പറ്റൂല. വെയിറ്റ് അറിയാം എത്ര ഉണ്ടാകും. സ്മോൾ ബേബി ആയിരിക്കും. എനിക്ക് മേക്ക് ഭയങ്കര ചെറിയ വയറാണ് സത്യം പറഞ്ഞാൽ. ഒതുങ്ങിയ ബാക്കി ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ ആൾക്കാരുടെ വയർക്ക് ഇത്ര ഉണ്ട്. അതുമായിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് എന്നെ ഇങ്ങോട്ട് നോക്കുമ്പോ ഇത്രേ ഉള്ളൂ. മേക്ക് വയറില്ല. കുഞ്ഞ്. പക്ഷെ വയർ നിറച്ച് ബേബിയാണ്. അങ്ങനെ ഫ്ലൂയിഡ് ഓവർ അല്ല. കഴിഞ്ഞ വട്ടം നോർമലാണ് ഫ്ലൂയിഡ്, പക്ഷെ വയറ് നിറച്ച് ബേബിയാണ്. എവിടെ തൊട്ടാലും ബേബി വയറ് നിറഞ്ഞു കിടപ്പുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. സോറി. മേഘയുടെ അനിയത്തി എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതെ, മേഘി വീട്ടിൽ പോയി നിന്നപ്പോഴത്തേക്കും 5 സ്റ്റാർ ഹോട്ടലിൽ സ്റ്റേ എടുത്ത പോലെ. അതെ, സുഖം. ഞാൻ അറിയാതെ അങ്ങ് വീട്ടിൽ കയറി അങ്ങ് പോകും. ഇപ്പൊ അവിടെ നോക്കാം മട്ടൻ ചിക്കൻ. ഞാൻ എല്ലാ ദിവസം വൈകിട്ട് അറിയാതെ കയറി പോകും. മട്ടൻ കഴിക്കണം, നല്ലതാണ് പ്രഗ്നൻസിൽ. പാവം. അങ്ങനെ എനിക്ക് അനിയത്തി വാങ്ങി വെച്ചെന്ന് ഞാൻ വിളിച്ചു വരാൻ വന്ന സമയത്ത് വന്നില്ലല്ലോ. ഞാൻ വിളിച്ച സമയത്ത് വന്നില്ല. പിന്നെ ഞാൻ കഴിച്ചു വെച്ചേക്ക്. എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് ഞാൻ ചില ദിവസം ചെന്ന് ആരും പറയാതെ ചെന്ന് കയറുമ്പോ അവിടെ ചിക്കൻ ബിരിയാണി. ഇനി നമ്മൾ പറഞ്ഞിട്ട് കയറണ ബിരിയാണിയൊക്കെ നേരത്തെ തിന്നിട്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യൂല. കള്ള ജസ്റ്റ് ഫോർ ഫൺ. ഞാൻ എന്ത് കിട്ടിയാലും കൊടുത്തിട്ടേ കഴിക്കുള്ളില്ലേ. സൂപ്പറാണ്. ഗൈസ്, ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ കൊച്ചിന്റെ ഡ്രസ്സ് കഴുകിയിട്ടിരിക്കുന്ന മേമയാണ് നമ്മളിവിടെ കാണുന്നത്. ഗൈസ്, അപ്പോൾ മേഘയുടെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. ഇന്ന് കുറച്ച് ലേറ്റ് ആയി കേട്ടോ, കാരണം ഇന്ന് നമ്മൾ സ്കാൻ ചെയ്യേണ്ട ഡോക്ടർ എമർജൻസി ആയിട്ട് ലീവ് എടുക്കേണ്ടി വന്നു. സോ അപ്പോൾ വേറെ ഡോക്ടറിന്റെ അടുത്ത് വേണം സ്കാൻ ചെയ്ത്. അപ്പോൾ സന്തോഷ വാർത്ത എന്തെന്നാൽ ഈ മാസം, അതായത് ഓഗസ്റ്റ് 17-ാം തീയതി മേഘയെടുത്ത് അഡ്മിറ്റ് ആവാൻ പറഞ്ഞിരിക്കുകയാണ്. അതെ, ഞാൻ അത് പ്രതീക്ഷിച്ചില്ല കേട്ടോ സത്യം. നീയല്ലേ പറഞ്ഞ അത് 2 ആഴ്ചക്കകത്ത് പ്രസവിക്കുമെന്നൊക്കെ. അതെ, പക്ഷെ എന്റെ പ്രഡിക്ഷൻ തെറ്റി. ഞാൻ 17 വരെ പോകുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ 17 വരെ പോയി. ഇനി 17-ാം തീയതി ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ റൂമൊക്കെ അവിടെ ബുക്ക് ചെയ്യണം. അപ്പൊ നേരത്തെ ബുക്ക് ചെയ്തു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി 16-ാം തീയതി സ്കാനിങ് ഉണ്ട്. അധികം ദിവസമില്ലല്ലേ? 9 എത്ര 9 8 ദിവസം. 8ാമത്തെ ദിവസം അഡ്മിറ്റ് ആവണം. ഒരു 17 to 8 ദിവസം കഴിഞ്ഞാൽ മേഘ ഇനി കുറച്ച് നമ്മൾ ഹോസ്പിറ്റൽ ഡേയ്സ് ആണ്. കുറെ നാളായി ഹോസ്പിറ്റലില്. സാധാരണ ഞാൻ അഡ്മിറ്റ് ആയത് ലാസ്റ്റ് എന്റെ 21-ാമത്തെ വയസ്സിലായിരുന്നേ. അതിനുശേഷം പിന്നെ അഡ്മിറ്റ് ആയിട്ടില്ല. ഞാൻ പറയട്ടാ, ഞാൻ ഇന്നേ വരെ അഡ്മിറ്റ് ആയിട്ട്
ഞാൻ ഇന്നേ വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടില്ല എന്റെ കേസിൽ. അല്ലേ ഉക്കു? ഇന്നേ വരെ ഞാൻ അഡ്മിറ്റ് ആയിട്ടില്ല ജീവിതത്തിൽ. മേമ ഇന്നൊരു വീഡിയോ എടുക്കാൻ അമ്മ റോളിന് വേണ്ടിട്ട് അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക. ഞാൻ എന്റെ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണത്. ഞാൻ പോയി വന്ന് പക്ഷെ ഇതുവരെ ഞാൻ അഡ്മിറ്റ് ആയില്ല. പക്ഷെ ഇവരെ കൂടെ അഡ്മിറ്റ് ആകുമ്പോൾ പോയി ബൈസ്റ്റാൻഡർ ആയിട്ട് ഞാൻ ഒരുപാട് വട്ടം ഇരുന്നിട്ടുണ്ട്. അമ്മയുടെ കൂടെ, അപ്പച്ചനോട്, അനിയത്തിനോട്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എനിക്ക് വേണ്ടി ഞാൻ അഡ്മിറ്റ് ആവുന്നത്. ആരും പറഞ്ഞു ജനിച്ചപ്പോ നീ എവിടെ ജനിച്ച? ഞാൻ 10ാം ക്ലാസ്സിൽ ഡെങ്കിപ്പനി വന്ന് അഡ്മിറ്റ് ആയിട്ടുണ്ട്. പിന്നെ +2 പഠിച്ചപ്പോ എന്റെ നോസിൽ ചത വളർന്നതുകൊണ്ട് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് നടന്നിട്ടുണ്ട്. പ്രശ്നങ്ങളാണല്ലേ? എല്ലാം കൂടി ചേർത്ത് കിട്ടും. സത്യം എല്ലാം കൂടെ ചേർത്താവുന്നത്. റോക്കി 17ാം തീയതി അഡ്മിറ്റ് ആവുക. 17ാം തീയതി അപ്പുറത്തെ ഒരു റൂം നിങ്ങള് അപ്പുറത്തെ റൂം ഫുഡ് സെറ്റ് ചെയ്യണം. അപ്പൊ എന്തായാലും ഗൈസ് ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും മേഘ പ്രസവത്തിനോട് പോകുന്നതിന് മുമ്പായിട്ട് മേഘയുടെ ഹോം ടൂർ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു. ഈ വയലറ്റ് കളർ വീടിന്റെ ഹോം ടൂർ ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും മേഘയോട് പ്രാർത്ഥിക്കണം കേട്ടോ. മേഘയുടെ കൊച്ചിനും കൂടി പ്രാർത്ഥിക്കണം. അപ്പൊ ബൈ, ലവ് യു.